കടലിന് തൊട്ടടുത്തായി ഒരു മനോഹരമായ അമ്പലം. കടൽ തിരമാലകളാൽ സദാസമയം ജലാർച്ചന ചെയ്യുന്ന ജലദുർഗാദേവി കുടികൊള്ളുന്ന ഒരു അമ്പലം. ഇതാണ് ഒരു പുണ്യക്കാവ്. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കടുത്ത് മൂടാടി എന്നുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. നമ്മളെ കേരളത്തിൽ പരശുരാമനാൽ സൃഷ്ടിച്ച 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ജലദുർഗാദേവിയാണ്. അയ്യപ്പനും ഗണപതിയും ഇവിടെ ഉപദേവതകളായി കാണപ്പെടുന്നുണ്ട്. കടലിന്റെ ക്രോധത്തിൽ നിന്നും ഒരു നാടിനെ രക്ഷിക്കാനായി പരശുരാമൻ ജലദുർഗയെ പ്രതിഷ്ഠിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കർക്കിടക മാസത്തിലെ കറുത്തവാവിന് 1000ഓളം ഭക്തജനങ്ങൾ ഇവിടെ ബലിതർപ്പണം ചെയ്യാനായി എത്തുന്നതാണ്. വൃത്തിതർപ്പണമാണ് ഇവിടുത്തെ പ്രധാന കർമ്മം. കടലിന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ എത്ര ശക്തമായ കാറ്റ് വീശിയാൽ പോലും ഇവിടുത്തെ ശ്രീകോവിലിലുള്ള വിളക്കുകൾ അണയാറില്ല എന്നൊരു അത്ഭുതം തന്നെയാണ്. ഒരു തവണ വന്നാൽ പിന്നെയും വരണമെന്ന് തോന്നുന്ന ഒരു ക്ഷേത്രം. തിരമാലകളാൽ ജപിക്കുന്ന മന്ത്രങ്ങൾ കേൾക്കുന്ന ഒരു ക്ഷേത്രം. കടലിനെയും കരിയെയും കാക്കുന്ന ഒരു ക്ഷേത്രം.